വയറ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പൊ ഒമ്പതാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞ് വയറ്റിന്ന് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന അഭിലാഷ്, ബിഗ് ബോസിലുണ്ടായിരുന്ന അഭിലാഷ് എന്ന് പറയുന്നതിനേക്കാൾ ആൾക്കാർക്ക് പരിചയം അഭിശ്രീ എന്ന് പറയുന്നതായിരിക്കും. അവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ആണെങ്കിലും യൂട്യൂബിന്റെ ആണെങ്കിലും പേര് അഭിശ്രീ എന്നാണ്. വളകാപ്പ് സമയത്ത് ഈ അഭിശ്രീ എന്ന് പറയുന്ന ഈ കപ്പിൾസ് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു. ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ട് വരുന്ന ഒരു ഫോട്ടോയാണ് വയറ് കാണിച്ചിട്ടുള്ള ഫോട്ടോ എടുപ്പ്. ഇവരുടെ മാത്രമല്ല, ഇതിനു മുമ്പ് വേറൊരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെതും ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അവരുടെ കമന്റ് ബോക്സും ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ഈ ഒരു ഫോട്ടോ വന്ന സമയത്ത്. ഈ വയറ് കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. പ്രഗ്നൻസി ആയ ലേഡീസിന്റെ 7ാം മാസത്തിലോ 9ാം മാസത്തിലോ എങ്ങാണ്ട് നടത്തുന്ന ഒരു ചടങ്ങ്. അത് എല്ലാവർക്കും പരിചയമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് തുടങ്ങിയതാണ്. സോ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ കാലഘട്ടത്തിലുള്ള ചില ആൾക്കാർക്കാണെങ്കിലും ഇതൊക്കെ ഉൾക്കൊള്ളാൻ അത്യാവശ്യം ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഈ ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആ കപ്പിൾസിനില്ലാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഇത് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, എടാ അത് എടുത്തിടുന്ന ആൾക്കാർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ കാണുന്ന നിങ്ങൾക്കുള്ളത്. കുറെ ആൾക്കാർ ഉപദേശിക്കാൻ പോകുന്നു, കുറെ ആൾക്കാർ നെഗറ്റീവ് അടിക്കാൻ പോകുന്നു. എന്തിന്? സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അവർക്കറിയാലോ ഈ ഫോട്ടോസ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത്ര മാത്രം നെഗറ്റീവ്സ് ആണെങ്കിലും അതിനുള്ള റിയാക്ഷൻസ് ആണെങ്കിലും വരുന്നുള്ളത്. എന്നിട്ട് അവരത് എടുത്തിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കാനാന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്? വല്ല മാറ്റം അവർക്ക് ഉണ്ടാവോ? ഉണ്ടാവാൻ പോണില്ല. ഇപ്പൊ ഇവിടത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ചില കമന്റ്സ് അതിന് അബി എന്ന് പറയുന്ന വ്യക്തി റിയാക്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, വയറ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു? വയറ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു വയറ്റിനകത്ത് എന്റെ ഒരു കുഞ്ഞു വെളി വരാൻ പോകുന്നു. ഇതേപോലെ ഒരു വയറ്റിനാണ് ഞാനും ജനിച്ചു വന്നത്. ഇതേപോലെ ഒരു വയറ്റിനാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ വീർത്തിരിക്കുന്ന ഇത്രയും വലുതായിട്ടുള്ള ഒരു വയറ് നോക്കിയിട്ട് പറയാൻ പാടുള്ളതാണോ പറയാൻ പാടില്ലാത്തതാണോ എന്ന് അറിയത്തില്ല. കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറെ കുലസ്ത്രീയും കുല പുരുഷന്മാരും കൂടെ ഇരുന്നിട്ട് യൂട്യൂബിൽ കിടന്ന് കൊണവണ അടിക്കുന്നുണ്ട്. അത് നമ്മൾ കമന്റ് സെക്ഷൻ മാത്രമേ നമ്മളിപ്പോ പറയുന്നുള്ളൂ. അല്ല വീഡിയോ ചെയ്യുന്നവർ അവരവരുടെ പറയുന്ന പോലെ അതിപ്പോ നമുക്ക് അതിനെ കുറിച്ച് റിലേറ്റ് അവർക്ക് അറിയാം എങ്ങനെ ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ കുറെ പേര് ഇങ്ങനെ കുലപുരുഷന്മാരായിട്ട് നിന്നാലേ അവർക്ക് ചിലപ്പോൾ ബിഗ് ബോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ കയറി പോകാനൊക്കെയുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പൊ അത് നമ്മൾ പ്രതികരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യങ്ങളും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആവുമല്ലോ. മേ ബി അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതുകൊണ്ട് ആ ഒരു സാധനങ്ങൾ പ്രതികരിച്ചിട്ട് അവന്മാർക്കോ അല്ലെങ്കിൽ അവൾമാർക്കോ വൈറലാക്കി കൊടുക്കാനുള്ള ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു ആളുടെ വീഡിയോ, ഒരു ചേട്ടൻ ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിചാരം ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ്. മോശമല്ല, ഇങ്ങനെ പച്ചയായിട്ട് പറഞ്ഞ വേശ്യകൾ എന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് ചിലരുടെ വിചാരം. ഇപ്പൊ നമ്മൾ മാത്രം ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ജനറേഷനിലൊക്കെ ജീവിക്കുന്നവരാണോ? നല്ല കിടിലമായിട്ടുള്ള കുലച്ചേട്ടന്മാരും ഇട്ടിരിക്കുന്ന കുറച്ച് രസകരമായിട്ട് നമ്മൾ നന്നായിട്ട് കണ്ടിട്ട് കുറച്ച് സാധനമാണ്. റെസ്പെക്ട് മം ബട്ട് ദിസ് ഈസ് ഓവർ. കുറച്ചൊക്കെ നാണോ മാനവും വേണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നാണോ മാനോ വേണ്ടത് അല്ല, ഇത് വയറ് ഇത്രയും പോർഷൻ ഒരു സ്ത്രീയുടെ ഇത്രയും പോർഷൻ എന്ത് നാണോ മാനോ ആണ് നിങ്ങൾക്ക് വേണ്ട? അല്ല, ഇത് ഇപ്പൊ കാണാൻ പാടില്ലാത്ത സാധനമായിട്ട് എന്താണുള്ളത്? അത് ഇവളുടെ ഈ 2 സാധനം ഓപ്പൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ ഇവളുടെ പ്രൈവറ്റ് പാർട്ട് ഓപ്പൺ ചെയ്തിട്ടോ ഈ ഒരു വയറെന്ന് പറയുന്ന പോർഷൻ എന്ത് നാണോ മാനോ? വേണ്ട. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ വയറാണ്. അപ്പൊ ഇത് കണ്ടിട്ട് തോന്നാത്തവർക്ക് ഇത് കാണുമ്പോൾ എന്തുകൊണ്ട് ഒരു കുഞ്ഞു കിടക്കുന്ന വയറ് കണ്ടിട്ട് തോന്നുന്നു? ഒരു പുരുഷന്റെ വയറില് ഈ പോർഷനിലെ 6 പാക്ക് ഒന്നും അല്ല, ഫാമിലി പാക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ താഴെ കമന്റ് ഈ അവന്റെ വയറ് കൊള്ളൂല പറയുള്ളൂല എന്ന് പറഞ്ഞിട്ട് വരരുത്. ഇത് നോർമൽ ആയിട്ടുള്ള ഇത് കണ്ടിട്ടൊന്നും തോന്നാത്ത ഒരു ആൺകുട്ടി
ഷർട്ടുമില്ലാതെ സിക്സാഗും കാണിച്ച് ഫുൾ ബോഡിയും കാണിച്ച് വീഡിയോ അപ്പൊ തോന്നൂല ഒരു ബാഡ് കമന്റും ഇല്ല. എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വയറ്, അതും ഒരു കുഞ്ഞു കിടക്കുന്ന വയറ് കാണുമ്പോൾ എന്തുകൊണ്ട് ഇവനൊക്കെ ഇത് തോന്നുന്നു എന്നാണ് എനിക്ക് ഡൗട്ട്. ഇവനൊന്നല്ല, ഇവളുമാർക്ക്. കാര്യം ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ്, അത് കുലസ്ത്രീകളായിട്ടുള്ള പെണ്ണുങ്ങൾ. പിന്നെ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പൊ അത് പോയി കിട്ടി. നിങ്ങളുടെ ഇഷ്ടം ആർക്ക് വേണം? നിങ്ങളുടെ ഇഷ്ടം വേണ്ട. കാര്യം നിങ്ങളൊക്കെ തന്നെ നെഗറ്റീവ് അടിച്ച് ഒരുപാട് പ്രാവശ്യം നെഗറ്റീവ് അല്ല, അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ വേണ്ട. ഇതാണ് ഞാനും ചോദിച്ചത്. നിങ്ങൾ എന്തിനാണ് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകുന്നത്? ഈ ഫോട്ടോഷൂട്ട് അവരെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പം അവർക്കറിയാലോ ഇതിന് നെഗറ്റീവ് വരും എന്നുള്ളത്. എന്നിട്ടും അത് അവരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അവർക്ക് പുല്ല് വിലയാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ ലൈഫില് നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെ മാക്സിമം ഒഴിവാക്കി നിർത്തുക എന്ന് എന്റെ വീട്ടുകാർ പറയാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല. എന്താണെന്നറിയോ, നമ്മൾ എവിടെയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കുന്നോ അവിടെ കുറെ നെഗറ്റീവ് അപരാധങ്ങൾ വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കുള്ള കോൺഫിഡൻസ് കൂടെ പോവും. അങ്ങനെ കുറെ ആൾക്കാരുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട്. എങ്ങനെയൊക്കെ എവിടെന്നെങ്കിലൊക്കെ കുറച്ച് പോസിറ്റീവ് എനർജി അവർ കണ്ടെത്തി അവര് മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ കുറെ നെഗറ്റീവായിട്ട് കുറെ അലവലാദികളെ കെട്ടി എഴുന്നള്ളി അങ്ങ് വരും. കുഞ്ഞ് കിടക്കുന്ന ഒരു വയറാത്. ഇതേ വയറ് കാണിക്കുന്ന, സാരി ഉടുത്തിട്ട് വയറ് കാണിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ കാണുമ്പോൾ ഇല്ലാത്ത പ്രശ്നം ഇതുപോലുള്ള ആൾക്കാർക്കുണ്ട്. അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാരി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺപിള്ളേരുടെ വയറ് കാണുമല്ലോ. വേറെ ചില ആൾക്കാരും കൂടെ ഉണ്ട്, സാരി എടുക്കുമ്പോ ഞാൻ വയറ് കാണിച്ചേ എടുക്കൂ എന്ന് പറയുന്ന ആൾക്കാരും. അവരോട് ആർക്കും ഒരു പ്രശ്നമില്ല. ചെയ്തിരുന്നു, ഓവറായിരുന്നു, ഓവർ ഡ്രസ്സിങ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, നമുക്ക് വേണ്ട. പിന്നെ ഈ പിന്നെ കുലസ്ത്രീ ചമഞ്ഞോണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ ഇവരെയൊക്കെ മക്കളെ കുറിച്ചൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വളർന്നു വരുന്ന ലൈഫാണ്. ഇനി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇവർ എന്ത്, ഇപ്പൊ ഇവർ ചുരിദാർ ഇടുന്നതാണോ? ചുരിദാർ ഈസ് പിന്നെ എന്താ ഇന്ത്യൻ കൾച്ചർ ഡ്രസ്സാണോ? ലെഗിൻസ് ഇന്ത്യൻ കൾച്ചർ ഡ്രസ്സാണോ? ജീൻസ് ഇന്ത്യൻ ജീൻസ് ഇന്ത്യൻ കൾച്ചറാണോ? ഇന്ത്യൻ കൾച്ചർ ഒരു കാര്യം ചെയ്യും, മുണ്ടും സാരിയും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇപ്പൊ 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ തമിഴ്നാട്ടിലൊരു മറ്റവൻ തലക്കിടിച്ച് കൊന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണോ ആ കൊച്ചിനെ ഇടിച്ച് തലക്കിടിച്ച് ഇത്രയും ഇതാക്കി റേപ്പ് ചെയ്ത് കൊന്നത്? ഞാൻ ചോദിക്കുന്നതാണ്. ഒരു ജസ്റ്റ് മെറ്റേണിറ്റി ഷൂട്ട് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സുകൾ ഇടുന്നത് ആലോചിക്കണം. അടുത്തത്, ഇങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗർഭിണിയാവുക എന്നതൊരു ഭാഗ്യമാണ്. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, ആ കമന്റ് ഇഷ്ടപ്പെട്ടു. ഗർഭകാലത്തെ ഒരു പവിത്രതയാണ് ഈ ഫോട്ടോ. ഗർഭകാലത്തിന്റെ ഒരു പവിത്രത ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് കളഞ്ഞു കിട്ടി. എങ്ങനെ കളഞ്ഞു കിട്ടി? ഈ ഫോട്ടോഷൂട്ട് എടുത്ത് അവര് പോസ്റ്റ് ചെയ്തപ്പോ പവിത്രത അങ്ങ് നഷ്ടപ്പെട്ടു. കൊള്ളാലോ കളി. എന്താ ശിവപാർവതി എന്നുള്ള കമന്റാണ്. ഞാൻ സീരിയസ്ലി പറയാം, ശിവപാർവതി, ഈ ഫോൺ ആര് യൂസ് ചെയ്താണ് ഈ കമന്റ് ഇട്ടത് എന്ന് എനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പൊ 9-ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 9-ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന, അതായത് ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, ഈ കമന്റ് ഇട്ട ആള് അത് ആരാണെങ്കിലും അവർക്കെതിരെ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. അവനെ പൊക്കി എടുത്തിരിക്കുക, അവനാണെങ്കിലും അവളാണെങ്കിലും. കാരണം ബിഗ് ബോസിൽ ഹസ്ബൻഡ് പോയപ്പോൾ പ്രഗ്നന്റ് ആയി. അതായത് എന്റെ പിതൃത്വത്തെയും ഇവളുടെ മാതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുണ്ടച്ചി മോള് കമന്റ് ഇട്ടത്, അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഈ പറഞ്ഞ വ്യക്തി കണ്ടായിരുന്നോ? നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെയാണ്? കമന്റ് ബോക്സ് ആണല്ലോ അല്ലേ എന്ത് വൃത്തികേടും എവിടെ വേണേലും ഇവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു സ്ഥലം. അതാണ് ബാക്കിയുള്ളവരുടെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. പലർക്കും നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ ഒരു വ്യക്തിത്വമാണ് ഈ ഒരു കമന്റിലൂടെ കാണിച്ചേക്കുന്നത്. കേസ് കൊടുക്കണം. ഇവന്മാരെ ഇട്ടതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരണം. സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് ഇമാതിരി തെണ്ടിത്തരമായിട്ട് കുറെ എണ്ണങ്ങൾ അങ്ങോട്ട് കെട്ടിയെടുക്കും. എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണോ ഇതിലൂടെ ഒക്കെ ഇവന്മാർക്കാണേലും ഇവന്മാർക്കാണേലും കിട്ടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ? നിങ്ങൾ അവരെ ഫോളോ ചെയ്യോ, വാട്ടെവർ, എന്ത് തേങ്ങ വേണേലും നിങ്ങൾ ചെയ് എന്നും പറഞ്ഞ് അവരവരുടെ ഇഷ്ടത്തിന് ഇട്ട ഒരു സാധനത്തിലോട്ട് നെഗറ്റീവായിട്ട് പോവാനും ഉപദേശമായിട്ട് പോകാനും നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാ?
നിങ്ങൾ പോയി ഉപദേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ അവരെ ഇട്ടതെടുത്ത് ഡിലീറ്റ് ചെയ്യോ? അതല്ലെങ്കിൽ വേറെ വല്ല മാറ്റം അവർക്ക് സംഭവിക്കുവോ? ഇല്ല. അവരുടെ ഇഷ്ടത്തിന് കൊണ്ടിട്ട് ഒരു സാധനം നിങ്ങളെന്നല്ല വേറെ ആര് പറഞ്ഞാലും അവർക്ക് തോന്നിയിട്ട് ഡിലീറ്റ് ചെയ്താൽ ഓക്കെ. ചുമ്മാ പോയിട്ട് ഇങ്ങനെ നാണം കിടരുത്.